ഓം ജയ് സായിറാം, നമശിവായ. ഇന്ന് 12ാമത്തെ അധ്യായമാണ്. സർവം സായിമയം. മഹാപ്രഭു സായിനാഥ, അവിടുത്തെ തൃപ്പാദത്തിൽ ശരണം തേടി എന്നെ കാത്തരുളിയായിരുന്നു. സച്ചിദാനന്ദമേ, അവിടുത്തെ കൃപയാൽ മന്ദബുദ്ധിക്ക് പോലും മായയെ മറികടക്കാനാകുമല്ലോ. ഇത് ആ കഥാകൃത്തായിട്ടുള്ള ഹേമന്ത് പാന്ത് പറയുകയാണ്. എന്തിനാണ് ഈശ്വരൻ അവതരിക്കുന്നത്? സാധുക്കളെ രക്ഷിക്കാനും ദുഷ്ടരെ നിഗ്രഹിക്കാനും. പക്ഷേ ഋഷി ശ്രേഷ്ഠന്മാർ ജന്മം സ്വീകരിക്കുന്നത് അതിനല്ല. അവർക്ക് ശിഷ്ടരും ദുഷ്ടരും ഒരുപോലെ തന്നെ. കരുണക്കടലായ അവർ ദുഷ്ടരെ തങ്ങളുടെ നിഷ്കളങ്ക പ്രേമശക്തിയാൽ ധർമ്മപാതയിലേക്ക് മെല്ലെ നയിക്കുന്നു. അവരൊരിക്കലും ആരെയും ഉപേക്ഷിക്കില്ല. അഗസ്ത്യ മഹർഷി പണ്ട് കടൽ കുടിച്ചു വറ്റിച്ചതുപോലെ. അഗസ്ത്യ മഹർഷി കടൽ കുടിച്ചു വറ്റിച്ച് എന്തിനാണെന്ന് വെച്ചാൽ, മഹാഭാരതത്തിലാണ് ആ കഥയുള്ളത്. ഈ അസുരന്മാര് ദേവന്മാരെയും മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നോക്കി ചെല്ലുമ്പോൾ ഇവരാരും കാണില്ല. ഇവരൊക്കെ കടലിന്റെ അടിയിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും അഗസ്ത്യ മഹർഷിയോട് പറഞ്ഞപ്പോൾ, അഗസ്ത്യ മഹർഷി ഒരു സ്ഥലത്ത് അവിടെ തപസ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കാട്ടി കടൽ മുഴുവൻ അങ്ങോട്ട് കുടിച്ചു പറ്റിച്ചു. അപ്പോൾ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ നിഗ്രഹിക്കാനായിട്ട് ദേവന്മാർക്ക് വലിയ സൗകര്യമായി എന്ന് പറയണം. അതുപോലെ ഋഷീശ്വരന്മാർ ഭവസാഗരം കുടിച്ചു പറ്റിക്കുന്നു. സൂര്യനെ പോലെ അജ്ഞാനാന്ധകാരം അകറ്റുന്നു. ഇതെല്ലാം അവർക്ക് കഴിയും. കാരണം അവർ അവരിൽ ഈശ്വരൻ തന്നെയാണ് കുടികൊള്ളുന്നത്. ഈശ്വരനിൽ നിന്നും അവർ തെല്ലും വിഭിന്നരല്ല. അവരും ഈശ്വരൻ തന്നെ. ആര്? ഋഷീശ്വരന്മാർ. നമ്മളുടെ സായിനാഥൻ ആ മഹർഷീശ്വരന്മാരിൽ ഒരാളാണ്. ഭക്തന്മാരുടെ ക്ഷേമത്തിനു വേണ്ടി മാത്രമാണ് അവിടുന്ന് ഭൂമിയിൽ വന്നത്. ഭഗവാൻ അവതരിച്ചത് ഭക്തരുടെ ക്ഷേമത്തിനു വേണ്ടിയിട്ടാണെന്ന് പറയാം. സമസ്ത ജീവരാശികളോടും സായീശ്വരന് എന്തൊരു കരുണയായിരുന്നു. അതേസമയം അവിടത്തേക്ക് ഒന്നിനോടും ഒരു സംഘവും ഉണ്ടായിരുന്നില്ല. അതായത് വൈരാഗി എന്നർത്ഥം. വൈരാഗി എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലാത്ത ഒരവസ്ഥയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. പൂർവ്വപുണ്യത്താൽ മാത്രമേ സായി ദർശനം ലഭിക്കൂ. ആഗ്രഹിച്ചു എന്നതുകൊണ്ട് മാത്രം സായി ദർശനം സിദ്ധിക്കില്ല. നമുക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഭഗവാനെ കാണണമെന്ന്, പക്ഷെ അതുകൊണ്ടായില്ല എന്നർത്ഥം. അതിന് സായീശ്വരന്റെ ഇച്ഛ കൂടി വേണം. ഭഗവാനും കൂടെ വിചാരിക്കണം ഒരാളെ, ഒരു ഭക്തനെ കാണണമെന്ന്. എന്നാൽ മാത്രമേ സായി ദർശനം സാധ്യമാകൂ. അതിപ്പോഴായാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയമാകും വരെ ബാബ നമ്മളെ ഓർക്കില്ല, വിളിക്കൂല്ല. എന്തിന്? അവിടുന്ന് ഇച്ഛിക്കാതെ അവിടുത്തെ കഥകൾ പോലും നമുക്ക് ചെവിയിൽ വീഴില്ല. നമ്മളിപ്പോൾ കഥയൊക്കെ വായിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും കേട്ടോളണമെന്നില്ലല്ലോ. ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഭക്തന്മാർക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. എത്രയോ പേർ സായി ദർശനത്തിനായി ആഗ്രഹിച്ചു, യാത്ര പുറപ്പെട്ടു. പക്ഷേ എല്ലാവർക്കും ദർശനം ലഭിച്ചില്ല. സായിയെ കണ്ടാലും ഷിർദിയിൽ താമസിക്കണമെങ്കിൽ അവിടുത്തെ അനുവാദം വേണം. ഭഗവാന്റെ അനുവാദം ഇല്ലാണ്ട് ഷിർദിയിൽ താമസിക്കാൻ പറ്റില്ല. ബാബ അവിടെ നിൽക്കാൻ കൽപ്പിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ നിൽക്കാനാവൂ. പോകാൻ കൽപ്പിച്ചാൽ പോയേ തീരൂ. അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതേ ചെയ്യാനുമാകൂ. വേറൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ പോണ്ടി വരുന്ന അർത്ഥം. കാക്ക മഹാജനി ഒരിക്കൽ ഷിർദിയിലെത്തി. ബോംബെയിൽ നിന്നാണ് വരവ്. ഗോകുലാഷ്ടമി ഉത്സവമൊക്കെ തിരുസന്നിധിയിൽ ആഘോഷിച്ച് ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങാനായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. കാക്ക സാഹിബ് അവിടുന്ന് വരികയാണ് ഭഗവാനെ കാണാനായിട്ട്. അപ്പോൾ ഗോകുലാഷ്ടമിയൊക്കെ കണ്ട് പതുക്കെ ഉത്സവത്തിലൊക്കെ പങ്കെടുത്ത് മടങ്ങാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഭഗവാനെ കാണാനായിട്ട് വരണേ. പക്ഷെ ദർശനത്തിന് ചെന്നപ്പോഴേ ബാബ ചോദിച്ചു, നീ എന്നാണ് വീട്ടിൽ മടങ്ങുന്നത്? വീട്ടിലേക്ക് എന്നാ മടങ്ങണേന്ന് ഭഗവാൻ കാക്കാസാഹിബ് പോയിട്ട് നേരെ ഭഗവാനെ കൊണ്ട് നമസ്കരിക്കുമ്പോൾ തന്നെ ആദ്യം ചോദിക്കണെന്താ, നീ എന്നാ വീട്ടിലേക്ക് പോണെന്നാ ചോദിക്കണേ. ഇത് കേട്ട് കാക്ക മഹാജനി അമ്പരന്ന് പോയി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ കാക്ക മഹാജനി പറഞ്ഞു, ഭഗവാൻ എപ്പോഴാണ് പോകാൻ പറയണേ, അപ്പൊ ഞാൻ പോവാം എന്ന് വിഷമത്തോടെ അദ്ദേഹം മറുപടി നൽകി. എങ്കിൽ നീ നാളെ തിരിച്ചു പോയിക്കോളൂ.
ബാബ ഉടൻ പറഞ്ഞു. അപ്പോൾ ബാബ ഉടനെ പറഞ്ഞു, നീ ഉടനെ തന്നെ നാളെ തന്നെ തിരിച്ചു പോയിക്കോളൂ എന്ന് പറയാണ്. വിഷമമുണ്ടെങ്കിലും കാക്ക മഹാജനി അത്യധികം ആദരവോടെ സായീശ്വരന്റെ വാക്കുകളെ മാനിച്ച് പിറ്റേ ദിവസം തന്നെ മടങ്ങി വീട്ടിലെത്തി ഓഫീസിലേക്ക് പോയി. അവിടെ അദ്ദേഹത്തെ കാത്ത് മേലുദ്യോഗസ്ഥന്റെ ഒരു കത്ത്. ഉടൻ ഓഫീസിൽ ജോലിക്ക് വരിക എന്നതായിരുന്നു നിർദ്ദേശം. കാക്കാ സാഹിബ് ഭഗവാന്റെ ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് പോയതിന് ശേഷം അദ്ദേഹം ഓഫീസിൽ പോയപ്പോൾ എന്താണ്, അവിടെ ഇദ്ദേഹത്തിന് ഒരു കത്ത് വെച്ചിരിക്കുകയാണ്, ഉടനെ ജോലിക്ക് ഹാജരാകാൻ പറഞ്ഞിട്ട്. ഈ വിവരം കാണിച്ച് മേലുദ്യോഗസ്ഥൻ ഷിർദിക്ക് കത്തും അയച്ചിരുന്നു. ഇദ്ദേഹം ഷിർദിക്ക് പോവാന്ന് പറഞ്ഞിട്ടാണല്ലോ പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഷിർദിക്കും ഈ മേലുദ്യോഗസ്ഥൻ ഒരു കത്തയച്ചു. പക്ഷേ അതിനെത്രയോ മുമ്പ് തന്നെ സായീശ്വരൻ അതറിഞ്ഞു. ഇദ്ദേഹത്തിന് അവിടെ ജോലിക്ക് പോകേണ്ട വിവരം സായീശ്വരൻ അറിഞ്ഞുകൊണ്ടാണ് ഒരാഴ്ച നിൽക്കണം എന്ന് വിചാരിച്ച് വന്ന ആളെ പിറ്റേ ദിവസം തന്നെ മടങ്ങാനായിട്ട് ഭഗവാൻ പറയണത്. മേലുദ്യോഗസ്ഥൻ അയച്ച കത്ത് ഷിർദിയിൽ മേൽവിലാസക്കാരൻ ഇല്ലാത്തതിനാൽ മടങ്ങി വരികയും ചെയ്തു. അദ്ദേഹം അവിടെ ഷിർദി ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് റിട്ടേൺ പോയെന്ന് പറയാണ്. നാം സായിൽ സ്വയം സമർപ്പിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം അവിടുന്ന് ചെയ്തു തരും. ഭഗവാനിൽ നമ്മൾ സറണ്ടർ ആയി കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചോളും എന്നാണ് പറയണത്. ഇനി വേറൊരു കഥയാണ്. ഭാവു സാഹേബ് ധുമാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബാബയുടെ പ്രിയ ഭക്തന്മാരിൽ ഒരാളാണ്. ഒരിക്കൽ അദ്ദേഹത്തിന് കേസിന്റെ ആവശ്യത്തിനായി നീഫാഡിലേക്ക് പോകേണ്ടി വന്നു. നീഫാഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന്റെ പേരാണ്. അദ്ദേഹത്തിന് സന്തോഷമായി, ബാബയെ ദർശിക്കാൻ ഒരു അവസരമായി. അപ്പൊ ഇതിനടുത്തുള്ള ഷിർഡിയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണത്. സായി ദർശനം കഴിഞ്ഞ് തിരിയുമ്പോൾ നീഫാഡിൽ ഇറങ്ങാം എന്ന് നിശ്ചയിച്ചു. നേരെ നമ്മളിപ്പോ തൃശ്ശൂർ വരേണ്ട ഒരാൾ പറയാണ്, തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂർ ദർശനം നടത്താലോ എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ കാലത്ത് നേരത്തെ പോയി ദർശനം നടത്തിയതിന് ശേഷം തൃശ്ശൂർ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെയാണ് ഈ ബാബു സാഹിബ് ധുമാല് ചിന്തിച്ചത്. ധുമാൽ സായീശ്വരനെ ദർശിച്ചു. അതിനുശേഷം ഉടൻ തന്നെ യാത്രയാതിരിക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷെ ബാബ അനുവദിച്ചില്ല. മാത്രമോ ഒരാഴ്ചയോളം പല കാരണങ്ങളും പറഞ്ഞ് ഭക്തനെ ഷിർദിയിൽ തന്നെ നിർത്തുകയും ചെയ്തു. ഈ സമയം നിഫാഡിലെ കോടതിയിൽ അരങ്ങേറിയത് മറ്റൊരു നാടകം. അവിടുത്തെ മജിസ്ട്രേറ്റിന് കലശലായ വയറുവേദന. അത് കാരണം ജഡ്ജി ഒരാഴ്ചയോളം കേസ് നീട്ടിവെച്ചു. ഭഗവാന്റെ ദീർഘവീക്ഷണം എന്ന് മനസ്സിലാക്കിയുള്ളൂ, ആ മനസ്സിന്റെ വേഗത. കാരണം ഈ ധുമാൽജി കോടതിയിലൊരു ആവശ്യത്തിനായിട്ടാണ് അങ്ങോട്ട് വരണത്, നിഫാഡിലേക്ക് പോണത്. പക്ഷെ അവിടെ ഭഗവാനെ കണ്ടു പോകുകയെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ ഭഗവാന് ഈ കോടതിയിലെ വിശേഷങ്ങളൊക്കെ അറിയാമായിരുന്നു. പിന്നീട് ബാബു സാഹേബ് ധുമാലിന് യാത്രാനുമതി നൽകി. ധുമാൽ അനുഗ്രഹവും നേടി തിരിച്ചെത്തി. ഏതായാലും ധുമാലിന്റെ കേസ് വിജയിച്ചു. അതിനിടയിൽ 4 മജിസ്ട്രേറ്റുമാർ മാറി മാറി വന്നുപോയി. ഒരു കേസ് സാധാരണ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ നീണ്ടു പോകുന്നറിയാലോ. പക്ഷെ ആ സമയത്തെ കാര്യങ്ങളൊക്കെ ഭഗവാൻ അറിഞ്ഞുകൊണ്ട് ധുമാലിനെ പിടിച്ചു നിർത്തി ഒരാഴ്ച നിർത്തി പറഞ്ഞയച്ചു. അതിനുശേഷം കോടതിയിൽ കേസ് നടന്നു. 4 ജഡ്ജിമാർ മാറിപ്പോയി. അവസാനം ധുമാല് ജയിച്ചു എന്നാണ് ഇതിൽ പറയാം. നാനാ സാഹേബ് നിമോങ്കറും ഭാര്യയും ബാബയുടെ പരമഭക്തന്മാരായിരുന്നു. മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ആളായിരുന്നു നിമോങ്കർ. ഉന്നതങ്ങളിൽ വളരെ സ്വാധീനമുള്ള വ്യക്തി. ഒരിക്കൽ ആ ദമ്പതികൾ ഷിർദിയിലെത്തി. കുറെ ദിവസം സായീശ്വരന്റെ സമീപം ചെലവാക്കാനായിരുന്നു ആഗ്രഹം. അങ്ങനെ അവർ അവിടെ താമസം തുടങ്ങി. ആനന്ദത്തിന്റെ നാളുകൾ. നിമോങ്കർ സായി സാമീപ്യത്തിൽ നിന്നും മാറിയത് പോലുമില്ല. ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാണ് നിമോങ്കർ. അങ്ങനെ സായി സേവനവും ദർശനവുമായി കഴിയവേ മകന് സുഖമില്ലെന്ന വാർത്ത വന്നു. അവർക്ക് വിഷമമായി. തിരിച്ചു പോകാൻ ഒരുക്കമായി. കുറച്ചു ദിവസം പുത്രനെ പരിചരിച്ചു നിൽക്കാൻ ശ്രീമതി നിമോങ്കർക്ക് തോന്നി, കുട്ടിയുടെ അമ്മയ്ക്ക് തോന്നി. പക്ഷേ പിറ്റേ ദിവസം തന്നെ മടങ്ങി വരണമെന്ന് നാന പറഞ്ഞു. നാനായോട് മറുത്തു പറയാൻ അവർക്ക് വിഷമം. യാത്രയ്ക്ക് ഒരുങ്ങവേ അവർ ബാബയെ കണ്ടു. തൃപ്പാദങ്ങളിൽ മുഖമമർത്തി യാത്രാനുമതി നേടി.
പോകൂ, പെട്ടെന്ന് തന്നെ പോകൂ. അവിടെ ചെന്ന് 3-4 ദിവസം താമസിച്ചിട്ട് വരുമെന്ന് ഭഗവാൻ പറയുകയാണ്. നാന പറഞ്ഞു പിറ്റേ ദിവസം തന്നെ തിരിച്ചു വരാം. പക്ഷെ ഭഗവാൻ പറഞ്ഞു വേണ്ട, 3-4 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പൊ ആ അമ്മയുടെ മനസ്സിന്റെ ആഗ്രഹം ഭഗവാൻ അറിഞ്ഞ് കൊടുത്തു എന്നാണ് പറയണത്. ദമ്പതികളുടെ ആഗ്രഹം പോലെ തന്നെ സായീശ്വരൻ അരുളി. സായിനാഥൻ അന്തര്യാമിയാണ്. നമുക്ക് നല്ലതെന്ത് ചീത്തയെന്ത് എന്ന് തിരിച്ചറിയാൻ സായിക്കറിയാം. അവിടുന്ന് അരുളുന്നത് അനുസരിക്കുക മാത്രമാണ് നമ്മുടെ കർത്തവ്യം. ഭഗവാനെ എല്ലാം അറിയാം, അന്തര്യാമിയാണെന്ന് അർത്ഥം. ഒരിക്കൽ നാസിക്കിലെ മുലായ് ശാസ്ത്രി ക്ഷുദ്ധിയിൽ എത്തി. കോടീശ്വരനായ ബാബു സാഹേബ് ഭൂട്ടിയെ കാണുകയായിരുന്നു ലക്ഷ്യം. അവർ തമ്മിൽ കണ്ടു. പിന്നെ മസ്ജിദിലേക്ക് ബാബയെ ദർശിക്കാൻ ചെന്നു. ബാബയെ ദർശിച്ചപ്പോൾ ശാസ്ത്രി ആഹ്ലാദവാനായി. ആധ്യാത്മിക ശാസ്ത്രങ്ങളിലും ജ്യോതിഷത്തിലും അഗാധ പണ്ഡിതനായിരുന്നു അദ്ദേഹം. കൂടാതെ ഹസ്തരേഖാ ശാസ്ത്രവും നന്നായി അറിയാം. ബാബ വാഴപ്പഴങ്ങളും മാമ്പഴവും പേരയ്ക്കയും മറ്റും ഭക്തജനങ്ങൾക്ക് പ്രസാദമായി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ മാമ്പഴം നല്ലതുപോലെ ഞെക്കി ഉടച്ച് ഭക്തന് കൊടുക്കും. പിന്നെ അത് ഒറ്റ വലിക്ക് സുഖമായി കുടിക്കാം. അതേ രൂപത്തിലാണ് ഭഗവാൻ പ്രസാദമായിട്ട് മാമ്പഴം കൊടുക്കുന്നത്. വാഴപ്പഴം തൊലി കളഞ്ഞ് ഭക്തർക്ക് കൊടുക്കും. ചില സമയം അവിടുന്ന് തൊലി ഭക്ഷിക്കും. ഭക്തന്മാർക്ക് പഴം കൊടുത്തതിന് ശേഷം തൊലി ഭഗവാൻ കഴിക്കുന്നതാണ് പറയുന്നത്. മുലായ് ശാസ്ത്രി ബാബയെ അടിമുടി കണ്ണുകൊണ്ട് ഒഴിഞ്ഞു. അദ്ദേഹം അവിടെ പോയിട്ട് ഭഗവാനെ അങ്ങനെ മുഴുവനായിട്ട് നോക്കി എന്ന് പറയാണ്. തൃപ്പാദം കണ്ട് അതിന്റെ ലക്ഷണം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ആവേശഭരിതനായി. മുലായ്ക്ക് കൈരേഖ കൂടി കാണണമെന്നുണ്ടായിരുന്നു. അതിനായി പല രീതിയിലും ശ്രമിച്ചു. അപ്പോഴെല്ലാം ബാബ അശ്രദ്ധയോടെ പെരുമാറി. ഒരു സമയം ഇതിനായി ബാബയോട് പ്രാർത്ഥിച്ചു. ബാബയാകട്ടെ അതും ശ്രദ്ധിച്ചില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തൻ്റേത് വിഫല ശ്രമമാണെന്ന് ശാസ്ത്രിക്ക് മനസ്സിലായി. അതിനുശേഷം ശാസ്ത്രികൾ സത്രത്തിലേക്ക് മടങ്ങി. നിത്യം അനുഷ്ഠിക്കാറുള്ള അഗ്നിഹോത്രം ആരംഭിച്ചു. ചെറിയ ഹോമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ആരംഭിച്ചു. ഈ സമയം ബാബ പതിവ് പോലെ ലണ്ടിയിലേക്ക് പോകാൻ ഒരുങ്ങി. അവിടുന്ന് അപ്പോൾ അരുളി, കുറച്ച് കാവ്യം എടുത്തോളൂ, നാം ഇന്ന് കായ്വസ്ത്രം ധരിക്കാൻ പോവുകയാണ്. സേവകർക്കും ഭക്തന്മാർക്കും ബാബു ഉദ്ദേശിച്ചത് എന്താണെന്ന് ഒന്നും മനസ്സിലായില്ല. ബാബു പറഞ്ഞു ലണ്ടിയിലേക്ക് പോകുമ്പോൾ കുറച്ച് കാവ്യം കൊണ്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ കായ്വസ്ത്രം അണിയാൻ പോവാണെന്ന് പറഞ്ഞു. ഒരു കാര്യമൊന്നും മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞ് ബാബ മടങ്ങിയെത്തി. അപ്പോഴേക്കും മധ്യാഹ്ന ആരതിക്കുള്ള സമയമായി. സുഹൃത്തുക്കൾ ശാസ്ത്രികളെ ആരതിക്ക് വിളിച്ചു. അപ്പോൾ ശാസ്ത്രി പറഞ്ഞു, ഞാൻ ഉച്ച കഴിഞ്ഞ് ദർശനം നടത്തിക്കോളാം, നിങ്ങൾ പോയി വരൂ. ബാബ മടങ്ങിയെത്തി. ആസനത്തിലിരുന്നു. ഭക്തന്മാർ പൂജിച്ചു. ആരതിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പെട്ടെന്ന് സായിനാഥ് പറഞ്ഞു, ചെല്ലു, ഇപ്പോൾ വന്നുപോയ ആ ബ്രാഹ്മണനിൽ നിന്നും ദക്ഷിണ വാങ്ങി വരും. പെട്ടെന്ന് ആരതിക്ക് ഇരുന്ന് ബാബ പറഞ്ഞു, ആ ബ്രാഹ്മണനിൽ നിന്നും ശാസ്ത്രിയിൽ നിന്നും ദക്ഷിണ മേടിച്ചുകൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഭൂട്ടി ഉടൻ ശാസ്ത്രികളുടെ സമീപം ചെന്നു. ശാസ്ത്രികളാകട്ടെ ഈ സമയം യോഗാസനത്തിലിരുന്ന് സാധനയിലും. ഭൂട്ടി ബാബയുടെ ആവശ്യം അറിയിച്ചു. ശാസ്ത്രികൾക്ക് ഇത് കേട്ട് അതൃപ്തിയാണ് തോന്നിയത്. ഭൂട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു കോടീശ്വരനാണ്. ഇയാളെ കാണാനാണ് ശാസ്ത്രികൾ അവിടെ പോയതും രണ്ടുപേരും കൊണ്ട് ശുദ്ധി പോയതും ഒക്കെ. ആ ശാസ്ത്രികളെയാണ് വിട്ടിട്ട് ഈ ഭൂട്ടീനെ വിട്ടിട്ടാണ് ശാസ്ത്രികളിൽ നിന്ന് ദക്ഷിണ പിടിച്ചുകൊണ്ടാൻ പറയുന്നത്. ഞാൻ ശുദ്ധനായ അഗ്നിഹോത്രി ബ്രാഹ്മണൻ. ഞാനും തന്നെ ബാബയ്ക്ക് ദക്ഷിണ കൊടുക്കണം. അദ്ദേഹം മഹാനായിരിക്കാം, പക്ഷേ ഞാൻ അദ്ദേഹത്തിന്റെ ആശ്രിതനൊന്നുമല്ലല്ലോ. ഏത് ശാസ്ത്രിക്ക് തോന്നുന്ന മനസ്സിലെ കാര്യങ്ങളാണ് പറയണത്. പക്ഷേ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ? ചോദിക്കുന്നത് ഒരു മഹാസിദ്ധൻ, ചോദിപ്പിച്ചത് ഒരു കോടീശ്വരനെ കൊണ്ട്. ഒടുവിൽ അദ്ദേഹം ദക്ഷിണ കൊടുക്കാൻ തന്നെ തീരുമാനിച്ച് എഴുന്നേറ്റു. ദിനചര്യ മുടങ്ങുമല്ലോ എന്ന സംശയവും വിഷമവും മനസ്സിനെ അലട്ടി. എന്നാലും മസ്ജിദിലേക്ക് യാത്രയായി. ശാസ്ത്രികൾ മസ്ജിദിന് അരികിലെത്തി. പരിശുദ്ധനും ശ്രേഷ്ഠ ബ്രാഹ്മണനുമായ താനെങ്ങനെ ഒരു പള്ളിയിൽ കയറും? അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ചിന്ത. പക്ഷേ ഒരു മഹാസിദ്ധനെ എങ്ങനെ അനാദരിക്കും? അപ്പൊ ബാബ മഹാസിദ്ധനാണെന്ന് ശാസ്ത്രിക്ക് അറിയാം. പക്ഷെ പള്ളിയിലേക്ക് എങ്ങനെ കയറുക എന്നുള്ള മനോവേദ വേറെ. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ പുഷ്പങ്ങൾ ബാബയ്ക്ക് അർപ്പിച്ചു. പിന്നെ ബാബയെ നോക്കി. അപ്പൊ ബാബയെ നോക്കി വയ്ക്കേ ശാസ്ത്രികൾ കണ്ടത് ഒരു മഹാ അത്ഭുതമാണ്.
മസ്ജിദിൽ ഇപ്പോൾ ബാബയല്ല ഉള്ളത്, തൻ്റെ ഗുരുനാഥൻ. ശാസ്ത്രിക്ക് ആ ബാബയെ നോക്കിയപ്പോൾ കാണുന്നത് ബാബേനെ അവിടെ കാണാനില്ല, അദ്ദേഹത്തിന്റെ ഗുരുനാഥനെയാണ് കാണുന്നത്. മഹാസമാധി പൂണ്ട തൻ്റെ ഗുരുദേവൻ ഖോലാപ്നാഥ് അവിടെ ഇരിക്കുന്നു. ഖോലാപ്നാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുവാണ് ഈ ശാസ്ത്രിയുടെ ഗുരു. അപ്പൊ അദ്ദേഹമാണ് അവിടെ ഇരിക്കണേ. അവിടെ ബാബേനെയാണ് ശാസ്ത്രികൾ പൂജിച്ചത്. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഇദ്ദേഹത്തിന്റെ ഗുരുവിനെയും. ശാസ്ത്രികൾ വല്ലാതായി. ഞാൻ കാണുന്നത് സ്വപ്നമോ? തനിക്ക് വിഭ്രാന്തി ഉണ്ടായോ? ശാസ്ത്രികൾ കൈത്തണ്ടയിൽ നുള്ളി നോക്കി. വേദനിക്കുന്നുണ്ട്. സത്യം, ഞാൻ കാണുന്നത് സത്യം മാത്രമാണ്. അദ്ദേഹം ഇതൊക്കെ കണ്ടപ്പോൾ അത്ഭുതനായി. ഇങ്ങനെ വിചാരിച്ചു, എന്റെ ബോധം പോയിട്ടാണോ ഞാൻ നിൽക്കണേ? ഉള്ളിൽ കാണുന്നത് ബാബയല്ല, അദ്ദേഹത്തിന്റെ ഗുരുവിനെയാണ്. അവസ്ഥ അങ്ങനെ സ്വയം എന്താ പറയാ, ഇത് ഉണ്ടോന്ന് അറിയാനായിട്ട് ശരീരത്തിൽ നുള്ളി നോക്കുക എന്ന് പറയണം. അപ്പൊ വേദനയുണ്ട്. അപ്പൊ കുഴപ്പമില്ല, അപ്പൊ സത്യം തന്നെയാണ് കാണുന്നതൊക്കെ എന്ന് അദ്ദേഹത്തിന് തോന്നി. അതോടെ എല്ലാം തകിടം മറിഞ്ഞു. ഈശ്വരകൃപയുടെ വേലിയേറ്റത്തിൽ ആർക്ക് അതിനെ നിൽക്കാനാവും, അതിനെതിരെ നിൽക്കാനാവും? മുലായി ശാസ്ത്രികൾക്ക് മസ്ജിദിന്റെ പടികൾ ഓടി ചാടി കയറി. ഇത് കണ്ട വഴിക്ക് തന്നെ ശാസ്ത്രികൾ ഓടി അതിൻ്റെ ഉള്ളിലേക്ക് കയറി. മസ്ജിദിൽ ഇരുന്നിരുന്ന തന്റെ സ്വയം ഗുരുദേവന്റെ തൃപ്പാദങ്ങൾ ശിരസർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടാണ് ബാബനെ കണ്ടത്. വേഗം ഓടി കയറിയിട്ട്, അപ്പൊ ബ്രാഹ്മണനൊക്കെ പോയി, വേഗം പള്ളിയുടെ ഉള്ളിൽ ഓടി കയറിയിട്ട് കാലിൽ നമസ്കരിച്ചു. ശാസ്ത്രികളുടെ ജാത്യാഭിമാനം തകർന്നു തരിപ്പണമായി. സംശയമാകുന്നു. മനസ്സിൽ പ്രേമത്തിന്റെ ഉറവ് പൊട്ടി. ജനങ്ങൾ വിസ്മയിച്ചു പോയി. എല്ലാവരും ആരതിഗാനം പാടിയപ്പോൾ ശാസ്ത്രികൾ സ്വഗുരുവായ ഘോലാബിന്റെ നാമം ഉച്ചത്തിൽ വിളിക്കുകയായിരുന്നു. മുലായി ശാസ്ത്രികൾ എഴുന്നേറ്റു. അപ്പോൾ ഗുരുവിനെ കാണാനില്ല. നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഗുരുവിനെ കാണാനില്ല. പിന്നെ അവിടെ കാണുന്ന ആരാ? തൽസ്ഥാനത്ത് ബാബ. പിന്നെ കാണുന്നത് ബാബേനെയാണ് കാണുന്നത്. അദ്ദേഹം ആനന്ദാശ്രുക്കളോടെ ബാബയെ വീണ്ടും ദർശിച്ചു. അപ്പോഴാണ് ബാബ കാവി ധരിക്കാൻ പോകുന്നു എന്ന അരുളിയതിന്റെ പൊരുൾ മറ്റുള്ളവർക്ക് വ്യക്തമായത്. അതായത് ഇദ്ദേഹത്തിന്റെ ഗുരു ഈ ഘോലാബ് സ്വാമി കാവിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ഭഗവാൻ അന്ന് ഭക്തജനോട് ആ സമയത്തേക്ക് അവിടെ പോകാൻ നേരത്ത് ഭക്തജനോട് പറഞ്ഞത് കാവി എടുക്കാനായിട്ട്. ഇതൊക്കെ ഭഗവാന്റെ ലീലകളാണ് കേട്ടോ. പിന്നെ വേറൊരു ലീലയാണ്, അന്ന് മംഗളത്ത് ദാർ സായീശ്വരനെ ദർശിക്കാനെത്തി. ഒരു ഭക്തനാണ്. സുഹൃത്തായ ഒരു ഡോക്ടറെയും കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം പോയത്. ഡോക്ടർ ബ്രാഹ്മണനാണ്, വലിയ ധർമ്മിഷ്ഠൻ. ശ്രീരാമനായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടദേവത. ഷിർദിക്ക് പുറപ്പെടും മുമ്പ് ഡോക്ടർ ഒരു മുന്നറിയിപ്പ് കൊടുത്തു. അബ്രാഹ്മണനായ സായിബാബയെ നമസ്കരിക്കാൻ എന്നെ അനുവദിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആചാരപ്രകാരം എനിക്ക് അതിന് ബുദ്ധിമുട്ടുണ്ട്. മംഗളത്ത് സാറിനോട് ഈ ഡോക്ടർ പറയണം. ബാബ ഒരിക്കലും ആരോടും തന്നെ വന്ദിക്കാനോ നമസ്കരിക്കാനോ ആവശ്യപ്പെടാറില്ലെന്നും മംഗളത്തുനാഥ് അദ്ദേഹത്തിന് മറുപടി നൽകി. അപ്പൊ മംഗളത്തുദാർ പറഞ്ഞു, ബാബ അങ്ങനെ ആരോടും നമസ്കരിക്കാനും അല്ലെങ്കിൽ പൂജിക്കാനൊന്നും പറയാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അവർ അങ്ങനെ ഷിർദിയിലെത്തി. ദർശനത്തിനായി മസ്ജിദിൽ ചെന്നു. ഹാവു, ബാബയുടെ ദിവ്യദർശനം ലഭിച്ചതോടെ ഡോക്ടർ വല്ലാതായി. അദ്ദേഹം തിക്കിത്തിരക്കി ഓടിച്ചെന്ന് സായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു. സുഹൃത്തിന്റെ ഭാവമാറ്റവും പെരുമാറ്റവും കൊണ്ട് മംഗളദാർ വീഴ്ച നിന്നു. അവിടെ ചെന്ന വഴിക്ക് ഈ ബ്രാഹ്മണനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡോക്ടർ ബാബനെ നമസ്കരിക്കാൻ എന്നെ നിർബന്ധിക്കരുത് എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ ബാബനെ കണ്ട പാടെ തിക്കി തിരക്കി, നല്ല തിരക്കാ, തിക്കി തിരക്കി നേരെ പോയി ഭഗവാന്റെ കാലിൽ നമസ്കരിച്ചു. ഇതൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് മംഗളദാർ എന്ന് പറഞ്ഞ ഭക്തൻ. അദ്ദേഹം മെല്ലെ ഡോക്ടറോട് എന്താണ് ഇതിന് കാരണമെന്ന് തിരക്കി. രോമാഞ്ചത്തോടെ ഡോക്ടർ തന്റെ അനുഭവം വിവരിച്ചു. ഞാൻ മസ്ജിദിൽ കണ്ടത് സായിയല്ല, ശ്യാമള വർണ്ണത്തോടു കൂടിയ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെയായിരുന്നു. ഡോക്ടർ കണ്ടത് ഒരു കാരണവശാലും ഇദ്ദേഹത്തിന്റെ ബാബനെ അല്ല കണ്ടേ, പക്ഷെ ഇദ്ദേഹം ആരാധിക്കുന്ന ശ്രീരാമചന്ദ്ര ദേവനെയാണ് അദ്ദേഹം കണ്ടത്. അതുകൊണ്ടാണ് ഓടി കയറിപ്പോയിട്ട് നമസ്കരിച്ചത്. ശ്യാമള വർണ്ണത്തോടുകൂടിയ ശ്രീരാമചന്ദ്ര പ്രഭുവിനെയായിരുന്നു ഞാൻ കണ്ടത്. സൗന്ദര്യം ഉടൽ പൂണ്ട രാമരൂപം കണ്ടപ്പോൾ ഞാൻ എല്ലാം മറന്നുപോയി, ഓടി കയറി നമസ്കരിച്ചു. ആ ഡോക്ടർ പറയാണ്. ഡോക്ടർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ
ബാബയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത്ഭുതം! അപ്പോൾ ആ സ്ഥാനത്ത് ശ്രീരാമനില്ല, സായീശ്വരന്റെ ദിവ്യരൂപം. ഡോക്ടർ അമ്പരന്നുപോയി. അദ്ദേഹം സമ്മിശ്ര വികാരങ്ങളോടെ പറഞ്ഞു, ഇത് സ്വപ്നമോ സത്യമോ? ഇദ്ദേഹം എങ്ങനെ അബ്രാഹ്മണനാകും? ഇതൊരു യുഗാവതാരം തന്നെ, സംശയമില്ല. അപ്പൊ ഡോക്ടർക്കും കാര്യം ബോധ്യായി. സായീശ്വരനെ പോലെയുള്ള ഋഷീശ്വരന്മാർക്ക് എന്ത് ജാതി? ലോകമംഗളത്തിനായി സ്വഭക്തരെ സംസാരസാഗരം താണ്ടാൻ സഹായിക്കുന്നതിനായി അവർ മനുഷ്യരൂപം സ്വീകരിച്ചു വരുന്നു. അതാണ് ഋഷീശ്വരന്മാർ സാധാരണ ഭൂമിയിൽ അവതരിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. സായിനാഥന്റെ അനുഗ്രഹത്തിനായി ഡോക്ടറുടെ നെഞ്ചുപിടഞ്ഞു. ബാബയുടെ കൃപയ്ക്കായി അദ്ദേഹം ഉപവാസം തുടങ്ങി. ഇനി മസ്ജിദിൽ കയറണമെങ്കിൽ ബാബ അനുഗ്രഹിക്കണമെന്നും നിശ്ചയിച്ചു. 3 ദിവസം അങ്ങനെ കഴിഞ്ഞു. 4-ാം ദിവസം ഡോക്ടറുടെ ഒരു പഴയകാല സുഹൃത്ത് ഷിർദിയിലെത്തി. 9 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ തമ്മിൽ കാണുന്നത്. ഡോക്ടർ തന്റെ നിശ്ചയമെല്ലാം മറന്നു. അതായത് ഞാൻ ഇനി ഭഗവാൻ വിളിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് 3 ദിവസമായിട്ട് അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം. സുഹൃത്തിനൊപ്പം അദ്ദേഹവും മസ്ജിദിലേക്ക് ചെന്നു. സുഹൃത്തും ഡോക്ടറും ബാബയെ നമസ്കരിച്ചു. ആ നിമിഷം സായിനാഥൻ തിരക്കി ഡോക്ടറോട്, ഡോക്ടർ, ആര് വിളിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? പറയൂ. ഭഗവാൻ ഡോക്ടറോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞല്ലോ, ഞാൻ ഉപവാസം തുടങ്ങി, ഇനി ഭഗവാൻ വിളിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. 3 ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പറഞ്ഞത്. ഓടിച്ചെന്ന് അങ്ങോട്ട് നമസ്കരിച്ചു. ഭഗവാന്റെ അടുത്ത് വേണ്ടൊരു സന്ദർഭം കിട്ടിയത് ആള് വേണ്ടാന്ന് വെച്ചില്ല. പക്ഷെ ബാബ ഇദ്ദേഹം മനസ്സിൽ കരുതിയ കാര്യങ്ങളൊക്കെ ബാബ അറിയുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, നീ ആരെ വിളിച്ചിട്ടപ്പം എൻ്റെ അടുത്ത് ഓടി വന്നേ? ഞാൻ വിളിച്ചിട്ട് വരുന്നതാണല്ലോ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ, പിന്നെ എന്താ ഓടി വന്നേന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും ഡോക്ടർക്ക് മനസ്സിലായില്ലേ ഇതെന്താ സംഭവിക്കണേന്ന്. ഡോക്ടർ വികാര തരളിതനായി. തന്റെ മനസ്സിലെ കാര്യങ്ങൾ ബാബ അറിയുന്നു. തന്റെ ശബ്ദം മുടങ്ങുകയും ചെയ്തു. അന്ന് അർദ്ധരാത്രി ഡോക്ടർ അനുഗ്രഹീതനായി. അദ്ദേഹം നിദ്രയിൽ ബ്രഹ്മാനന്ദം അനുഭവിച്ചു. നാട്ടിൽ പോയിട്ടും ആ ആനന്ദാനുഭവം തുടർന്നുകൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് ഡോക്ടർക്ക് ബാബയിലുള്ള വിശ്വാസവും ഭക്തിയും വർദ്ധിക്കുകയും ചെയ്തു. ഭഗവാന്റെ ലീലകള് ചില്ലറയൊന്നുമല്ല. ഗുരു ആരുമാകട്ടെ, ഒരുവൻ തന്റെ ഗുരുവിൽ പൂർണ്ണ വിശ്വാസം ഉറപ്പിക്കണം. നമ്മുടെ ഗുരു മറ്റു ഗുരുക്കന്മാരെ പോലെ പ്രശസ്തനാകണമെന്നില്ല. പക്ഷേ നമ്മുടെ വിശ്വാസം പൂർണ്ണമായി ഉറപ്പിക്കേണ്ടത് സ്വഗുരുവിൽ തന്നെ. ഗുരുവിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം എന്നർത്ഥം. ഗുരു പറയുന്ന കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് ഒരു ഭക്തന് അല്ലെങ്കിൽ ശിഷ്യന് പ്രധാനമായിട്ടും വേണ്ടതെന്നാണ് പറയുന്നത്. ദൃഢവിശ്വാസമില്ലാതെ സാക്ഷാത്കാരം നേടാത്ത ചിലർ തങ്ങളെല്ലാം നേടിയവരാണെന്ന പോൽ ജീവിതം നയിക്കുന്നു. അത്തരക്കാർക്ക് ഇഹപര ലോകങ്ങൾ നഷ്ടമാകും. ഇവിടെയുള്ള സുഖാനുഭവങ്ങളൊക്കെ നഷ്ടമാകുന്നർത്ഥം. വിശ്വാസവും ഇല്ല, ഒന്നുമില്ല, ആ രീതിയിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇവിടുത്തെ സുഖങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നർത്ഥം. അടുത്ത അധ്യായത്തിൽ സായീശ്വരന്റെ കൂടുതൽ ലീലകൾ കേൾക്കാം. സമസപ്ത പാപങ്ങളിൽ നിന്നും മോചനമേകുന്നതാണ് സായി കഥകൾ. സായിയുടെ ഒരു കടാക്ഷം കൊണ്ട് പാപകൂമ്പാരങ്ങൾ ദഹിച്ചു പോകും. വിശ്വാസികൾക്ക് യഥാർത്ഥ ആശ്രയസ്ഥാനമായ സായി തൃപ്പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. ഈ തൃക്കഴിലിന് സംസാര ജീവിതം കടത്തിവിടാനുള്ള കഴിവ് അപാരം തന്നെ. ഭഗവാന്റെ ലീലകളെ കുറിച്ചാണ് ഈ സച്ചരിതത്തിൽ കൂടുതലും പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഈ സച്ചരിതം കേൾക്കുകയും അതനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുകയും വേണം. നമ്മൾ സാധാരണ മഹാഭാരതവും അല്ലെങ്കിൽ രാമായണം ഒക്കെ കേൾക്കാൻ പോകും. അതിൻ്റെ തത്വങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഇന്ന് കേൾക്കും. പക്ഷെ അത് വീട്ടിൽ വരുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. വീണ്ടും നമ്മൾ സ്വാർത്ഥ ചിന്തയുമായിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കേട്ടത് എന്തായി? നമ്മൾ എന്ത് കേട്ടാലും നമ്മൾ അത് ശരിയോ തെറ്റോ നമ്മളത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. കാരണം നമുക്ക് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം കഥകളും അല്ലെങ്കിൽ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും ഒക്കെ ഘോഷിക്കുന്നത്. നമ്മളുടെ അനുഷ്ഠാനങ്ങൾ എന്തൊക്കെ ആയിരിക്കണം, ധർമാനുഷ്ഠാനങ്ങൾ എന്തൊക്കെ ആയിരിക്കണം, അത് ഏത് രീതിയിലാണ് നമ്മളുടെ ജീവിതത്തെ നമ്മൾ തിട്ടപ്പെടുത്തേണ്ടത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇതൊക്കെ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത്. അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ ഈ ഗ്രന്ഥങ്ങൾ പറയുന്നത് കേട്ടിട്ട് എന്താ കാര്യം?
അപ്പൊ എന്തായാലും ഭഗവാന്റെ കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ, എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇതോടുകൂടിയിട്ട് ഈ 12-ാം അധ്യായം കഴിയാണ്. ഓം ജയ് സായിറാം. നമഃ ശിവായ.